ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 7 കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മൂടി വെച്ചിട്ടോ എന്തെങ്കിലും റൗണ്ട് ഷേപ്പുള്ള കട്ടർ വെച്ചിട്ടോ മുഴുവനായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ 7 കഷ്ണം ബ്രെഡ് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ബീറ്റർ വെച്ചിട്ട് നല്ല സ്റ്റിഫാന്ന് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. വിസ്ക് ആകുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കുന്നുള്ളൂ ഫ്ലഫി ആയി വരാൻ. ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത് പഞ്ചസാര പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ടെടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് പഞ്ചസാര ഇതിൽ മുഴുവനായിട്ടും അലിയിച്ചെടുക്കുക. ചൂടുള്ള വെള്ളത്തിന് പകരം സാധാ വെള്ളം എടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ചൂടുള്ള വെള്ളം എടുത്തുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബ്രെഡ് കൊണ്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ചെടുക്കാം. നമ്മൾ കേക്ക് ബോർഡിൽ ക്രീം ആക്കി കൊടുക്കുന്നത് ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ നന്നായിട്ട് തണുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത കഷ്ണം ബ്രെഡും കൂടെ വെച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ ക്രീം ആക്കി കൊടുക്കുക. ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. അങ്ങനെ അവസാനത്തെ ബ്രെഡും വെച്ച് ഇതുപോലെ എന്നിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തു. ഈ ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. കേക്ക് മുഴുവനായിട്ടും ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഓരോ ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിത് കട്ട് ചെയ്യാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊന്നും നമ്മൾ കഴിക്കുമ്പോൾ അറിയില്ല. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.